ഞാൻ ആക്ച്വലി ഇത് 2-3 വർഷം മുമ്പ് റിജോയിനെ മീറ്റ് ചെയ്തു. ഞാനിപ്പോൾ പെട്ടെന്ന് ഇതിൽ വന്നതല്ല. റിജോയിനെ മീറ്റ് ചെയ്തിട്ട് റിജോയ് ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ നിൽക്കാമോ, ഞങ്ങളുടെ സപ്പോർട്ടും ആയിട്ടോ അതിൻ്റെ പാർട്ട് ഓഫ് സെക്യൂർ ആർ സിറ്റി ക്യാമ്പയിൻ്റെ കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചിരുന്നു. എനിക്ക് ഭയങ്കര, നിങ്ങളിപ്പോൾ ചോദിച്ച പോലെ ഒരാൾ 10,000 ക്യാമറാസ് ഫ്രീ ആയിട്ട് കൊടുക്കുക ഒരു സിറ്റിക്ക്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. പിന്നെ പുള്ളിയുടെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു, സെക്യൂരിറ്റിയെ പറ്റിയുള്ള എത്രത്തോളം അതിൻ്റെ ഇമ്പോർട്ടൻസും ഓരോരുത്തരുടെ ലൈഫിൽ എങ്ങനെ ഒരു പക്ഷേ നമ്മുടെ മൂന്നാമത്തെ കണ്ണായിട്ടുള്ള ഇപ്പോൾ പറയുന്ന നമ്മൾ എന്താ പറയുക CCTV ക്യാമറ അത് എത്രത്തോളം പലരുടെ ലൈഫ് സേവർ ആണെന്നുള്ള ഇതിനെക്കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളായിരുന്നു സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തുടങ്ങിയൊരു ഇനീഷ്യേറ്റീവാണ്. എനിക്ക് തോന്നി ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. കാരണം നമ്മൾക്കറിയാൻ ഗവൺമെൻറ് ഓരോരോ സ്റ്റേറ്റിലും ഗവൺമെൻറ് അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസുകാരും ബാക്കി നമ്മളെ സംരക്ഷിക്കേണ്ടവർ അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എത്രത്തോളം അവയർനെസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം പേരെ നമുക്ക് ഒരു മിനിറ്റ് മാറി എത്രത്തോളം അവയർനെസ് നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റും. അതായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചപ്പോൾ എനിക്കതാണ് തോന്നിയത്. കാരണം നമുക്കറിയാം ഈ പറഞ്ഞ പോലെ റിജോയ് മെയിൻലി പറയുന്ന കാര്യം പബ്ലിക് പ്ലേസസിൽ പല സ്ഥലത്തും ഉണ്ട്. പക്ഷേ ഓരോ വീട്ടിലും ഓരോ ഫ്ലാറ്റ്സിലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയില്ല. ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിരിക്കാം. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. അതിൻ്റെ ഒരു പ്രൊപ്പഗൻഡ ആകി അതൊരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു അവെയർനെസ് ക്യാമ്പയിനും കൂടിയാണത്. ഓരോരുത്തർക്കും തോന്നണം ഇത് നമ്മുടെ ഫാമിലീനെ കാത്ത് രക്ഷിക്കാൻ തന്നെയാണ്, നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെ ഇതാക്കാൻ തന്നെയാണ്. സോ ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നുമില്ല, നമുക്കറിയാം ഒരു ക്രൈം നടന്നാൽ ബേസിക്കലി ആദ്യം തന്നെ നോക്കുന്നത് എവിഡൻസ് വേണം അവർക്ക്. CCTV ക്യാമറ പലതും അത് കാരണം മിസ്സായി പോകുന്നു. ചെയ്യുന്നവർക്ക് തന്നെ അറിയാതെ എവിടെയാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ അതില്ലാത്ത സ്ഥലത്താണ് പോകുന്നത്. സോ ദിസ് ക്യാൻ ഹെൽപ്പ് ഇൻ മെനി വേയ്സ്. ആൻഡ് അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവായിട്ടാണ് ആക്ച്വലി ഇന്നാണ് അതിൻ്റെ ഇന്ത്യ ലോഞ്ച്. അപ്പോൾ മുൻപ് നടക്കേണ്ടതായിരുന്നു, പക്ഷേ ഇത് അങ്ങനെ ലൈക്ക് റിജോയിൻ്റെയും എമിൽ അവരുടെ രണ്ടുപേരുടെയും ഹാർഡ് വർക്കാണ്. ഇതൊരു ഭയങ്കര അതിശയത്തോടു കൂടി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റിൽ ഒരു ലോഞ്ച് നടത്തുന്നത്. ആൻഡ് ഇറ്റ് വാസ് സംതിങ് ഗുഡ്. ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. കാരണം പല സിറ്റീസിലും ഇത് തുടങ്ങാൻ പോകുന്നു. തുടക്കം ചെന്നൈ വെച്ചിട്ടാണ്. സോ റിയലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് സെക്യൂർ ആർ സിറ്റി ക്യാമ്പയിൻ. താങ്ക് യു. എങ്ങനെയുണ്ട് പുതിയ പ്രോജക്ട്സ്, പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ ഏതാ? മലയാളത്തിൽ ഇനി ചെയ്യാൻ പോകുന്ന സിനിമ ബ്രോക്കോഡ് എന്ന് പറഞ്ഞ പടമാണ്. ബിപിൻ എന്നാണ് ഡയറക്ടറുടെ പേര്. 21 ഗ്രാംസ് ചെയ്ത ഡയറക്ടറാണ്. അത് ജനുവരി കഴിഞ്ഞിട്ട് തുടങ്ങുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൊടിക്ക് നൊടി എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയാണ്. വിജയ് ആദിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന പടം. പിന്നെ ഞാനിപ്പോൾ മിഷ്കിൻ്റെ ട്രെയിൻ എന്ന് പറഞ്ഞ പടം കഴിഞ്ഞു. പിന്നെ വിജയ് സാറിൻ്റെ ദളപതി 69 ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഉടൻ തന്നെ ഷൂട്ടിംഗ് തുടങ്ങും. എനിക്ക് പോർഷൻസ് തുടങ്ങിയിട്ടില്ല ഷൂട്ടിങ്ങിൻ്റെ? എൻ്റെ തുടങ്ങിയിട്ടില്ല. ഷൂട്ടിംഗ് നന്നായി പോകുന്നുണ്ട്. എൻ്റെ തുടങ്ങണേ ഉള്ളൂ. താങ്ക് യു. ഞാൻ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ല പൊളിറ്റിക്സ് ഒന്നുമല്ല. നമ്മുടെ സിനിമാ സെറ്റുകളിൽ ഇത്തരത്തിലൊരു CCTV വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? സിനിമ സെറ്റുകളിൽ CCTV ക്യാമറ വരണമെന്ന് തോന്നി. ഞങ്ങൾ സിനിമ സെറ്റിൽ അതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഇടപെടുന്ന സെറ്റുകളൊക്കെ ഒരുവിധം നമ്മൾ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. അത് എൻ്റെ കാര്യം. പക്ഷേ ആക്ച്വലി നോക്കുമ്പോൾ പല സ്ഥലത്തും അത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ബട്ട് ദിസ് ഈസ് മെയിൻലി സിനിമ സെറ്റിനെക്കാട്ടിലും സിനിമ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഒരു സ്പെസിഫിക് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതിപ്പോൾ ഏതൊരു ഫീൽഡാണെങ്കിലും പിന്നെയും കുറേ കൂടിയും അവെയർ ആയിട്ടുള്ളത് സിനിമ സെറ്റായിരിക്കും. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ, പക്ഷേ ഇത് ഇന്ന സെറ്റ് എന്നില്ല, ഇന്ന വർക്ക് ഓഫ് പ്രൊഫഷൻ എന്നില്ല, ഇത് എവിടെയും ഇതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ദർ ഈസ് പല സൈഡിലും ഉണ്ട്. ലൈക്ക് ഇറ്റ് ഷുഡ് നോട്ട് എഫക്റ്റ് യുവർ പ്രൈവസി എന്ന് തിങ്ക്. ഇപ്പോൾ സിനിമ സെറ്റിൽ തന്നെ അറിഞ്ഞൂടെ, എവിടെ ചെന്നാലും ഇപ്പോൾ ക്യാമറ സെറ്റാണ് എല്ലാവരും ഇതാക്കുന്നത്. ബട്ട് ബേസിക്കലി ദിസ് ഈസ് ഫോർ എനി പ്രൊഫഷൻ ഓർ എനി വേ ദിസ് ഈസ് നീഡഡ് എന്ന് തോന്നുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.